മലയാളി. ആരാണ് മലയാളി? ഇത് നമ്മളെപ്പോലെയുള്ള ഒരുപാട് മലയാളികളുടെ കഥയാണ്. എല്ലാ മലയാളികൾക്കും ഒരു കുഴപ്പമുണ്ട്. സ്വന്തം കാര്യം നോക്കുന്നതിനേക്കാൾ താല്പര്യം അയൽവീട്ടിലെ ജനാലയുടെ ഒളിഞ്ഞു നോക്കാനാണ്. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്ന മലയാളികളുടെ നീളം തലകളെപ്പറ്റിയുള്ള കഥ ഇവിടെ തുടങ്ങുന്നു. ഇത് മുത്തപ്പൻ എന്നു പേരുള്ള ആരും അറിയപ്പെടാത്തൊരു ഗ്രാമം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കുശുമ്പും പരദൂഷണവും ഒരേ സമയം തോളിൽ കൊണ്ട് നടക്കുന്ന ഒരു പറ്റം നാട്ടുകാർ ഒത്തുചേർന്ന മുത്തപ്പൻ്റെ ഗ്രാമം. ഒരു സഞ്ചാരിയായിരുന്നു ഞാൻ. മുത്തപ്പൻ ഗ്രാമത്തിലെത്തിയിട്ട് ഒരാഴ്ചയേ ആവുന്നുള്ളൂ. ഈ ഒരാഴ്ചയിൽ ഇവിടെ സംഭവിച്ച ചില സംഭവവികാസങ്ങളാണ് ഇവിടെ പറയുന്നത്. കഥ ആരംഭിക്കുന്നത് ഇവിടെ നിന്നല്ല, ശംഖുവും അമ്മുക്കുട്ടിയും കണ്ടുമുട്ടിയ ആ ഇടവഴിയിൽ വെച്ചായിരുന്നു. വളരെ മനോഹരമായൊരു നിമിഷമായിരുന്നത്. പക്ഷേ ആ പുഞ്ചിരിക്കിടയിൽ അവർ പരസ്പരം കാണാതെ പോയ ഒരു ചതിയുടെ തുടക്കം അവിടെ കിടപ്പുണ്ടായിരുന്നു. അന്തിക്ക് കുടിക്കാൻ വേണ്ട കള്ളി എത്താൻ വന്നതായിരുന്നു കേളു. ഈ പോക്ക് അടുത്തുള്ള കള്ളിഷാപ്പിലേക്കാണ്. താനൊരു മാന്യനാണെന്ന് മറ്റുള്ളവർ വിചാരിക്കണം എന്ന വാദം കേളുവിനുണ്ട്. അതുകൊണ്ട് തന്നെ താൻ കണ്ട കാഴ്ച ഉടനെ തന്നെ കള്ളുകൂട്ടി മറ്റു കുടിയന്മാരുടെ വയറ്റിലേക്ക് ഇറക്കാൻ കേളുവിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ എൻ്റെ മാന്യത കൊണ്ട് കണ്ട കാര്യം പറഞ്ഞു. നമ്മുടെ ശങ്കരേട്ടൻ്റെ മോള് അമ്മുക്കുട്ടിയും കുട്ടൻ്റെ മോൻ ശംഖുവും വഴിതെറ്റി പോകരുന്നല്ലേ നമ്മുടെ ആഗ്രഹം. കൈവിട്ടു പോകലേ നമുക്ക് പ്രാർത്ഥിക്കാം. അന്ന് അന്തി മയങ്ങിയപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് ഓരോ കുപ്പി കള്ളുമായി മടങ്ങി. കള്ളിനൊപ്പം അവർ കേളു വെച്ച് നീട്ടിയ ചൂടൻ വാർത്തയും കൈപ്പിടിച്ചിരുന്നു. ഓരോ കുടുംബത്തെത്തിയതും അവർ ആ കഥയുടെ കെട്ടഴിച്ചുകൊണ്ടിരുന്നു. ഓരോ വീടുകളിലും കുപ്പിയിൽ നിന്ന് പുറത്തു ചാടിയ ഭൂതത്തിന് പറയാനുണ്ടായിരുന്നത് വ്യത്യസ്ത കഥകളായിരുന്നു. തുന്നൽക്കാരൻ ബേബിച്ചൻ്റെ വീട്ടിൽ വെറും സംസാരത്തിൽ മാത്രം ശംഖുവിൻ്റെയും അമ്മുക്കുട്ടിയുടെയും കഥയൊതുങ്ങി. എന്നാൽ ചായക്കടക്കാരൻ ഐമുവിൻ്റെ വീട്ടിലെ കഥ ഇത്രയും കൂടി കാട് കയറി. സ്വന്തം തന്ത ആരാണെന്ന് പോലും തിരിച്ചറിയാനാവാത്ത ദാമോദര കൈമൾക്ക് കള്ളകത്തി ചെന്നപ്പോൾ വന്ന കഥ എന്നെയും ഞെട്ടിച്ചു. മറ്റൊന്നല്ല, അവർ ആ ഇടവഴിയിൽ വെച്ച് പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്നായിരുന്നു.
ശങ്കുവാ നീ അവളുടെ എവിടേക്ക് പിടിച്ചു കേട്ടില്ലോ? ഞങ്ങളോടൊന്നും അറിയട്ടാ. നിനക്കെന്താ പ്രേമായിരുന്നു അവളോട്? നിനക്ക് ഒറ്റയ്ക്ക് മാത്രം സൂചിച്ചാൽ മതിയാടാ, ബാക്കിയുള്ളവർക്ക് ഒന്നും പറ്റില്ലേ? നീ പിന്നീട് ആ 3 പേരും പറഞ്ഞുണ്ടാക്കിയത് അതല്പം കടന്നുപോയി. 10 രൂപ കൊടുത്ത ആരുടെ കൂടെ വേണേ കിടക്കുവാൻ സന്മനസ്സുള്ള വിലാസിനി ചേച്ചിയുടെ മാർക്കറ്റ് ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് അമ്മുക്കുട്ടിയുടെ റേഞ്ച് അങ്ങ് ഉയർന്നു. തലമൂത്ത കാരണന്മാർ അമ്മുക്കുട്ടിയെ ഹോട്ട് ഹീറോയിനാക്കി. ഇതെല്ലാം കേട്ട് അമ്മുക്കുട്ടി കയറ് പൊട്ടിച്ചോടി. തന്നെക്കുറിച്ചുള്ള അപവാദങ്ങൾ കേട്ട് സഹിക്കാനാവാതെ അമ്മുക്കുട്ടി മുറിയിൽ കയറി വാതിലടച്ചു. തുടർന്ന് അമ്മുക്കുട്ടിക്ക് വരുന്ന കല്യാണാലോചനകൾ ഈ പാലം കടക്കുന്നതോടെ മുടങ്ങാൻ തുടങ്ങി. മകളുടെ അവസ്ഥ ആ അച്ഛന് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. ദിവസവും 1.5 അടിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ പിന്നടിച്ച കള്ളിന് പോലും അറിയില്ല അതെത്രയാണെന്ന്. എന്റെ മോള് പാവാ, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ അവന്റെ മോളൊരു പുണ്യാളത്തി, ഒരിക്കൽ എന്നൊന്ന് കണ്ണു കാണിക്കാൻ നോക്കിയതാ. നമ്മള് വീഴോ? ദുഃഖം സഹിക്കാനാവാതെ അമ്മുക്കുട്ടിയുടെ അച്ഛൻ നെഞ്ചു തകർന്നു മരിച്ചു. ഒടുവിൽ അമ്മുക്കുട്ടി ഒറ്റയ്ക്കായി. ഇതിനിടയിൽ കഥാനായകൻ ശങ്കു അമ്മുക്കുട്ടിയെ കാണാൻ ശ്രമിച്ചു. ഇനിയും പരസ്പരം കണ്ടാൽ പുതിയ കഥകൾ അച്ചടിച്ചു വരുമെന്ന ഭയം കൊണ്ടാവണം അമ്മുക്കുട്ടി ഒഴിഞ്ഞു മാറി. ശങ്കുചേട്ടാ, അമ്മുക്കുട്ടീനൊന്ന് നമുക്ക് മെച്ചപ്പെടുത്തി തരും. എന്താ അമ്മുകുട്ടി തുറക്കടി, അമ്മുകുട്ടി, അമ്മുകുട്ടി. ഇതൊന്നും നടക്കൂല അങ്ങായി. അമ്മുക്കുട്ടി ഭയങ്കര ബിസിയാ. ഡാ, നമ്മുടെ അമ്മുക്കുട്ടി മരിച്ചുടാ. കുട്ടിയായിരുന്നു. എന്തൊക്കെ അപവാദങ്ങളെ നാട്ടുകാർ ഈ കുട്ടീനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയേ. അവനത്തിനെല്ലാം കാരണക്കാരൻ. പിടിക്കണവനെ, പിടിക്കവനെ, കൊല്ലണവനെ. വേണ്ട. ഒടുവിൽ കഥയുടെ അവസാനം അമ്മുക്കുട്ടി പാവമായി. നുണയുടെ തീപ്പൊരി എറിഞ്ഞവൻ തന്നെ അമ്മുക്കുട്ടിയെ പരിശുദ്ധയാക്കി. മരിച്ചു കഴിഞ്ഞാൽ ആരും ആരെയും അയ്യോ പാവം എന്ന് പറയുന്നു ശങ്കു മനസ്സിലാക്കി.
മരണത്തിലൂടെയെങ്കിലും തൻ്റെ പാപക്കറ കഴുകിക്കളയാൻ ശംഖു തീരുമാനിച്ചു. ഞാൻ അന്നേ പറഞ്ഞില്ലേ അവർ തമ്മിൽ എന്തോ ഉണ്ടെന്ന്. അല്ലെങ്കിൽ പിന്നെ ആ പെണ്ണ് തൂങ്ങി മരിച്ചതിൻ്റെ പിന്നാലെ അവനും തൂങ്ങി മരിക്കേണ്ട ആവശ്യമുണ്ടാ? ഞാൻ അന്നേ പറഞ്ഞു. അത്രയോ? അവർ തമ്മിൽ എന്തോ ഉണ്ട്. പ്രിയപ്പെട്ട ശംഖു, ആര് പറഞ്ഞില്ലെങ്കിലും ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു. നീയൊരു പാവമാണ്. നീ മാത്രമല്ല, അമ്മുക്കുട്ടിയും.